എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ജനുവരി 6 രാവിലെ 10 മണിക്ക് LBSന്റെ എല്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും വച്ച് കണ്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് മുൻപായിട്ട് തന്നെ അതാത് LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തി സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിന് പോകുമ്പോൾ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിന് പോണവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റ് തീയതി 6/1/2026 ജനുവരി 6 ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് LBSന്റെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ രാവിലെ 10 മണിക്ക് മുൻപായിട്ട് എത്തി ഇതിന് രജിസ്റ്റർ ചെയ്യാം. സോ നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നേരത്തെ അലോട്ട്മെൻറ്റ് വഴി കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ ഈ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അതായത് കോളേജസിൽ നിന്ന് ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. പിന്നെ സീറ്റ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് കണ്ടക്റ്റ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ സ്പോട്ടിന് പോകുന്നവരെ എല്ലാം കൂടെ വെച്ച് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീ കൊടുക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീ തിരികെ ലഭിക്കുന്നതല്ല. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോയി അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചു. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ കോളേജിൽ പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് റീഫണ്ട് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുമ്പ് ടോക്കൺ ഫീസ് അടച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ടോക്കൺ ഫീസായിട്ട് 10,000 രൂപയും SC, ST, OEC, ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ വിഭാഗക്കാർ 100 രൂപയും അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല, അവിടെ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് തന്നെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. SC, ST, OEC, ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ കാറ്റഗറീസിലുള്ളവർക്ക് 100 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 10,000 രൂപയുമാണ് ടോക്കൺ ഫീസ്. നിങ്ങൾ അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അലോട്ട്മെൻറ്റ് മെമ്മോയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി 2026 ജനുവരി 8 അതാത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോയും പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജനുവരി 8 തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ അതാത് കോളേജസിൽ ജോയിൻ ചെയ്യണം. അപേക്ഷകൻ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം 3-ാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതിയാവും. നിങ്ങൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇത് ലാസ്റ്റത്തെ അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. വേക്കൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് കണ്ടക്റ്റ് ചെയ്യുന്ന ലാസ്റ്റത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് കാണുന്നതായിരിക്കും, ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതിനെപ്പറ്റി ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ എല്ലാ സീറ്റും ഫില്ലാവുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇവിടെ വെച്ച് അവസാനിക്കുന്നതായിരിക്കും. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ സ്പോട്ടിന് പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. സ്പോട്ടിന് പോകുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നൊന്നുമില്ല. എത്ര സീറ്റ് വേക്കൻസീസ് ഉണ്ട്, എത്രയൊക്കെ റാങ്കിലുള്ള അല്ലെങ്കിൽ എത്രയൊക്കെ ഇൻഡെക്സിലുള്ള കാൻഡിഡേറ്റ്സാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് കണ്ടക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് ചെന്ന് കണ്ടു നോക്കുക. എങ്ങനെയൊക്കെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.